ഇതിപ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. ഇത് ഗ്രീൻ ടെക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കഞ്ചിക്കോടുള്ള സ്ഥാപനം നമ്മുടെ കൽപ്പക കാറ്ററിംഗ് സെൻറ്ററിൽ ഇത് സ്ഥാപിക്കുകയാണ്. അതിൻ്റെ സാറാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാലിന്യം അദ്ദേഹം തന്നെ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് തീരുമാനിച്ചതിൻ്റെ പേരിൽ ഈ വേസ്റ്റുകളെല്ലാം അതിനകത്തോട്ട് ഇടുകയാണ്. അങ്ങനെ ഈ വേസ്റ്റുകൾ അദ്ദേഹം ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു തീപ്പെട്ടി കത്തിച്ചിട്ട് ഇതിനൊരു പേപ്പർ കത്തിച്ചിട്ട് ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് അവരുടെ ഈ പേപ്പർ വേസ്റ്റ് മറ്റുള്ള ഫുഡ് വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കൽപ്പകയുടെ ഇവിടെ വരുന്ന മാലിന്യം അവർ തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സാറ് നമുക്കിതിൻ്റെ ഓർഡർ തരുകയും നമ്മൾ അവരുടെ മാലിന്യം അവർ തന്നെ സമൂഹത്തിന് ദോഷമില്ലാത്ത രീതിയിൽ ഉറവിട മാലിന്യ സംസ്കരണം ഇവിടെ സ്ഥാപിച്ചാൽ ആദ്യമായി സാറോട് സാറേ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. അപ്പോൾ ഇതിലുള്ള വേസ്റ്റുകൾ നമ്മളിതിൽ നിറച്ചതിന് ശേഷം നമ്മൾ ഒരു തീപ്പെട്ടി കത്തിച്ചിടുന്നു. ഒരു 1-2 മണിക്കൂർ ആകുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കണം. ഇൻസിനറേറ്റർ എന്നാണ് ഇതിന്റെ പേര്. ഉറവിട മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ്. ഉറവിട മാലിന്യ സംസ്കരണ പ്ലാന്റ്. ഇത് അദ്വിക അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് കഞ്ചിക്കോട് നരസിംഹപുരം കോളനിക്കകത്തുള്ള ഒരു അപ്പാർട്ട്മെന്റില് അവരുടെ വേസ്റ്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത് അപ്പം തന്നെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇവിടെ ഒരു ഇൻസിനറേറ്റർ സ്ഥാപിക്കുകയാണ്. എവിടെയാണ്? അദ്വിക അപ്പാർട്ട്മെന്റ് നരസിംഹപുരം കോളനി കഞ്ചിക്കോട്. അത് ഫയർ സ്റ്റേഷന്റെ ബാക്കിലാണ്. അപ്പൊ അവരെന്ത് തീരുമാനിച്ചു? അവരുടെ ഒരു സ്ഥാപനം, ഒരു ബിൽഡിംഗ് ഇവിടെ കെട്ടുന്നതാണ്. അപ്പൊ കെട്ടുന്ന സമയത്ത് അവിടെ മാലിന്യങ്ങൾ ഉണ്ടാവാം. ആ മാലിന്യങ്ങൾ ഒരിക്കലും പൊതുസമൂഹത്തിന് ദോഷമാവരുത് എന്ന് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഗ്രീൻ ടെക് ഇൻഡസ്ട്രീസ് ആലാമരം കഞ്ചിക്കോട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇൻസിനറേറ്ററിന്റെ ഓർഡർ തരുകയും ആ ഇൻസിനറേറ്റർ അവരിവിടെ അവരുടെ സ്ഥാപനത്തിൽ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു തീപ്പെട്ടി കോല് കത്തിച്ച് നമ്മളെ വേസ്റ്റ് അതിനകത്ത് ആദ്യം ഡംപ് ചെയ്യുന്നു, വേസ്റ്റ് ഇതിനകത്ത് ഇടുന്നു, എന്നിട്ട് തീപ്പെട്ടി കത്തിച്ച് തീ അതിനകത്ത് നിക്ഷേപിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ ഡോർ അടച്ചു വയ്ക്കുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നോക്കാം ഇതെന്താണ് ആവുന്നതെന്ന്. 10 മിനിറ്റ് ശേഷം ആക്കാം. ഇപ്പോൾ ഇതിൻ്റെ പേര് ഉറവിട മാലിന്യ സംസ്കരണം എന്നാണ്. അത് ഗ്യാസിഫയർ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് കത്തിക്കാം. ഇന്ധനമൊന്നും ഇല്ലാതെയും നമ്മുടെ ഫുഡ് വേസ്റ്റ് മറ്റുള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കത്തിക്കാം. ഇത് വാട്ടർ സ്ക്രബ്ബറിംഗ് സംവിധാനമാണ്. പുക പോകുന്ന സമയത്ത് ഇൻലെറ്റിൽ പുക ഇതിനകത്തൂടെ വരുന്നു. എന്നിട്ട് ഈ പുക ക്ലീൻ ചെയ്തിട്ട് ആ ചളി വെള്ളം ഇതിനകത്തൂടെ പോകുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഈ വിഷാംശമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാട്ടർ സ്ക്രബ്ബറിംഗ് സംവിധാനം അതിനെ ഇല്ലായ്മ ചെയ്യുന്നു. അങ്ങനെ എൻവയറമെന്റിന് ഒരു കംപ്ലൈന്റും ഇല്ലാത്ത രീതിയിലുള്ള പുകയാണ് നമ്മൾ ഇതിനകത്തോട്ട് പുറത്തേക്ക് വിടുന്നതെന്ന് നമുക്കിതിൽ പറയാൻ സാധിക്കും. ഇതാണ് ഗ്രീൻ ടെക് ഇൻഡസ്ട്രീസ് ആലാമരം എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച് നൽകുന്ന ഇൻസിനറേറ്ററുകൾ. ഇത് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ അമ്പാടി ബാറിൻ്റെ സൈഡാണ്. ഈ അമ്പാടി ബാർ ഹോട്ടലിൽ വരുന്ന പേപ്പർ മാലിന്യങ്ങളും മറ്റുള്ളതും കത്തിച്ച് കളയാനായിട്ട് അവർ ഈ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഉറവിട മാലിന്യ സംസ്കരണം അവരിപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന പേപ്പറുകളാണ് ഇവർ കൂടുതലായിട്ട് മാലിന്യ സംസ്കരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പേപ്പർ വേസ്റ്റ് മറ്റുള്ളതൊന്നും പബ്ലിക്കിൻ്റെ ഇടയിൽ ഇടാതെ അവർ തന്നെ ഡിസ്പോസ് ചെയ്തുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് പാലക്കാട് ജില്ലയിലെ അമ്പാടി ഹോട്ടൽ. ഇപ്പോൾ സാറേ, ഇത് സാറിൻ്റെ ഇപ്പോൾ തീരുമാനം എന്ന് പറയുന്നത് നമുക്കിവിടെ മാലിന്യം അന്നന്നാൾ ഉണ്ടാകുന്ന മാലിന്യം അന്നന്നാൾ തന്നെ നശിപ്പിക്കുക എന്നുള്ള ഒരു കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നോംസ് പാലിച്ചുകൊണ്ട് സാർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിർമ്മിച്ച് തന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എന്ന സ്ഥലത്തുള്ള ഗ്രീൻ ടെക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് സാർക്ക് ഈ ഉപകരണം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ബാറിലൊക്കെ വരുന്ന മറ്റുള്ള പേപ്പർ വേസ്റ്റുകളും ഇതെല്ലാം സാറ് അപ്പം തന്നെ ഡെയിലി നിർമ്മാർജ്ജനം ചെയ്യാൻ തീരുമാനിച്ചതിൽ സാറിന് ആദ്യമാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിന് ഒരു വ്യാധിയായിട്ട് ഈ മാലിന്യം മാറിയിരിക്കുകയാണ്. ഇപ്പം നാപ്കിൻസ് ആയിക്കോട്ടെ മറ്റുള്ളതായിക്കോട്ടെ ഇതെല്ലാം ക്ലോസറ്റിൽ ഇടുന്നത് കൊണ്ട്
പേപ്പറുകളൊക്കെ കക്കൂസിൻ്റെ അവിടെയൊക്കെ പേപ്പറുകൾ മറ്റുള്ള കച്ചറയൊക്കെ അഴുക്കായ തുണികളൊക്കെ റോട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ഒരുപാട് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാരകമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇല്ലാതാക്കാൻ ഈ അമ്പാടി ഹോട്ടലിൻ്റെ ഓണേഴ്സ്മാരും സാറിനെ പോലെയുള്ള ആളുകളൊക്കെ തീരുമാനിച്ചതിൽ ആദ്യമായി സാറിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ അമ്പലപ്പാറയിലുള്ള മംഗല്യ ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ ഈ ഉറവിട മാലിന്യ സംസ്കരണം വെച്ചിരിക്കുന്നത്. പാലക്കാട് കഞ്ചിക്കോടുള്ള ഗ്രീൻ ടെക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഈ ഉപകരണം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളെല്ലാം എപ്പോഴാണോ മാലിന്യം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ നിർമ്മാർജ്ജനം ചെയ്യാം എന്ന് തീരുമാനമെടുത്ത ഈ മംഗല്യ കല്യാണ മണ്ഡപത്തിന് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടുത്തെ മാലിന്യമില്ലാതെ ഈ സ്ഥാപനം മുന്നോട്ട് പോകണം ഇതിൻ്റെ മാനേജ്മെൻറ്റിനും ഇതിൻ്റെ ഓണേഴ്സിനും ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളിതിനകത്ത് മൊത്തം ഇൻസിനേറ്ററിൽ വേസ്റ്റുകൾ നിറച്ചിട്ടുണ്ട്. ഇന്ന് സാറിപ്പോൾ ഇതിൽ ഉത്തരം ചെയ്യാനുള്ളൂ. ഇതിനൊരു പേപ്പർ ഇങ്ങനെ കത്തിച്ചിടാം. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റുകളെല്ലാം ഈസി ആയിട്ട് ബേൺ ചെയ്തിട്ട് പോകും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. വെറ്റ് വേസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ ഡ്രൈ വേസ്റ്റ് കുറച്ച് ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ്സ്. നമ്മൾ കാങ്കേയത്തുള്ള KMC മഹലിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. இப்போ இது எப்படின்னு பார்த்தா எப்படின்னு பார்த்தா இங்கே வருந்த எல்லா வேஸ்ட்டும் இந்த கல்யாண மண்டபம் முடிஞ்சது இந்த இது ஃபங்க்ஷன் முடிஞ்சதுக்கு பிறகு வருന്ന எல்லா வேஸ்ட்டும் அவங்களே டிஸ்போஸ் பண்ண அவங்க ஒரு வாய்ப்பு கிடைச்சது. அதுக்கு பிறகு அவங்க ஒரு டிசிஷன் மேக் பண்ணி இன்சினேட்டர் வைக்கலாம். இந்த கிளைமேட்டுக்கு எல்லாம் ஒரு பிரச்சனை இல்லாமல் எங்களோட எல்லாம் வேஸ்ட்டு நானே டிஸ்போஸ் பண்ணுறேன் എന്ന് அந்த மாதிரி ஒரு முடிவெடுத்திருக்கு. முதல்ல சாருக்கு நான் நன்றி சொல்கிறேன் சார். ஒரு இந்த என்வயர்மெண்ட்டுக்கு ஒரு சப்போர்ட்டாக சிஸ்டம் உங்களுக்கு இங்கே வந்திருக்கு. உங்களை பார்க்கும்போது எனக்கு பயங்கர அபிமானமாக இருக்குது. ஓகே சார், தேங்க்யூ. அப்போ எப்படி இருக்கு தெரியுமா, இங்கே எல்லாம் குப்பையெல்லாம் போட்டு இருக்குது. இதுக்குள்ள குப்பையெல்லாம்